ക്രിസ്മസ് എക്സാമിന് ഇനിയുള്ളത് ഒരു മാസമാണ്. ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. അതിൽ സോഷ്യൽ സയൻസ് എങ്ങനെ പഠിച്ചാലാണ് സോഷ്യൽ സയൻസിൽ ക്രിസ്മസ് എക്സാമിന് A+ കിട്ടാമെന്ന് ഞാൻ പറയാൻ പോകുന്നത്. വെൽക്കം ടു എജ്യൂപോൾ, ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ടഫ് ആണോ ഈസി ആണോ എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അത് മാത്രമല്ല സോഷ്യൽ സയൻസിൽ എത്ര ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒരുപാട് ആൾക്കാർക്ക് സോഷ്യൽ സയൻസിൽ ക്രിസ്മസ് എക്സാമിന് എങ്ങനെയാണ് A+ വാങ്ങാമെന്ന് അറിയേണ്ട ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അവർക്കൊക്കെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്രിസ്മസ് എക്സാം മോസ്റ്റ് പ്രോബബ്ലി ഡിസംബർ 15 എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡിസംബർ 15 നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നാണോ അന്ന് മുതൽ എത്ര ദിവസം ഉണ്ട് നോക്കുക. അപ്പോൾ ഒരു എക്സാം എടുക്കാൻ 30 ദിവസമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 30 ദിവസം നമ്മൾ സോഷ്യൽ സയൻസ് മാത്രം പഠിച്ചാൽ മതി, പോരാ, വേറെയും ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം 30 ദിവസത്തിൽ മോർണിംഗ് ഒരു 1.5 അവർ നിങ്ങൾ എന്ത് ചെയ്യണം, സോഷ്യൽ സയൻസ് ടഫായിട്ടുള്ള ആളുകൾ ഇത് പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. മോർണിംഗ് എല്ലാ ദിവസവും 1.5 മണിക്കൂർ സോഷ്യൽ സയൻസ് ടഫായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഡെയിലി 1.5 മണിക്കൂർ. അതായത് ക്രിസ്മസ് എക്സാമിലേക്ക് ഇനി എത്ര ദിവസമാണോ ഉള്ളത് അത്രയും ദിവസം 1.5 മണിക്കൂർ വീതം നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി രാവിലെ സോഷ്യൽ സയൻസ് പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. ഈ സോഷ്യൽ സയൻസ് ഈസി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കുഴപ്പമില്ല, ബാക്കിയുള്ള സബ്ജക്റ്റ് പഠിക്കുന്നതിന് കൂടെ തന്നെ ഡെയിലി അല്ലെങ്കിൽ 1-2 ദിവസം കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്താൽ മതി, സോഷ്യൽ സയൻസ് പഠിച്ചാൽ മതി. പക്ഷേ ടഫായിട്ടുള്ള ആളുകൾ ദിവസവും രാവിലെ 1.5 മണിക്കൂർ പഠിച്ചിരിക്കണം. ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ടത്, ഈ ഡെയിലി രാവിലെ 1.5 മണിക്കൂർ പഠിക്കുന്ന ആളുകളാണെങ്കിലും ഇനി ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ സയൻസ് പഠിക്കുന്ന ആളുകളാണെങ്കിലും ആകെ ക്രിസ്മസ് എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓൾറെഡി നമ്മുടെ ചാനൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് ലിസ്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അറിയാത്ത ആളുകളാണെങ്കിൽ എന്നെ nafi.ejupote എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് അടക്കമുള്ള എല്ലാ സബ്ജക്റ്റിനും എത്ര ചാപ്റ്റേഴ്സ് ആണ് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ള കാര്യം ഞാൻ ചെയ്യാൻ പറഞ്ഞു തരാം. അപ്പോൾ nafi.ejupote എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര ചാപ്റ്റർ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ഈ ഓരോ ചാപ്റ്ററും നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് രാവിലെ ടഫായിട്ടുള്ള ആളുകൾ ദിവസവും രാവിലെ സോഷ്യൽ സയൻസ് പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് നിങ്ങൾ ടീച്ചേഴ്സിനോട് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ചോദിക്കുക. നിങ്ങളുടെ കാര്യം എന്താ, നിങ്ങൾ ടീച്ചേഴ്സിനോട് സ്കൂളിൽ സോഷ്യൽ സയൻസ് എടുക്കുന്ന ടീച്ചേഴ്സിനോട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നിങ്ങൾ ചോദിക്കുക. ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അവർ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, പറഞ്ഞു തരും. അതിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി നിങ്ങൾ എജ്യൂപോർട്ടിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിലോ അല്ലെങ്കിൽ സൂപ്പർ ബാച്ചിലോ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലോ ഉള്ള ആളാണെങ്കിൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ അവസാനം എന്തുണ്ട്, സമ്മറി ഉണ്ട്. ആ സമ്മറി പറയുന്ന ടോപ്പിക്കൊക്കെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമ്മറി നോക്കി പഠിക്കുക. ഇനി സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്താ, നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലോ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ആകും. നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗൂഗിൾ ഫോം പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. അതിന് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്ത് നമ്മുടെ ടീം നിങ്ങളെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും. അല്ലെങ്കിൽ nafi.ejupote എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പ്രീ ബൂസ്റ്റർ ബാച്ചിനെ കുറിച്ചിട്ട് ചോദിച്ചാൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് പഠിക്കുക എന്നുള്ള. സോഷ്യൽ സയൻസ് പഠിക്കുന്ന പല കുട്ടികളും നേരിടുന്ന പ്രശ്നം പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദിവസവും രാവിലെ 1.5 മണിക്കൂർ നിങ്ങൾ പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് എഴുതി പഠിക്കുകയാണെങ്കിൽ ആ സോഷ്യൽ സയൻസിലെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയിൽ നിൽക്കും. അങ്ങനെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നു, സോഷ്യൽ സയൻസിൽ ഒരു ടോപ്പിക്ക് നിങ്ങൾ വായിച്ചു നോക്കുന്നു. അതിനുശേഷം അതിലെ ഓരോ പോയിന്റ് നിങ്ങൾ എഴുതുന്നതിന് ശേഷം ഒന്നുകൂടി വായിക്കുന്നു. എന്നിട്ട് നിങ്ങൾ കാണാതൊന്ന് എഴുതി നോക്കുന്നു. ഈ രീതിയിൽ വായിച്ചെഴുതി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, സോഷ്യൽ സയൻസിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താടാ, നിങ്ങൾ അതിൽ ഓരോ പോയിന്റും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലെ ഓരോ പോയിന്റും നിങ്ങൾ എന്ത് ചെയ്യുന്നു, വായിക്കുന്നു. എന്നുള്ളത് നിങ്ങൾ അടുത്ത തവണ നോക്കി എഴുതുന്നു. പിന്നെ ഒന്ന് കാണാതെ അടുത്ത തവണ എന്ത് ചെയ്യുന്നു, എഴുതി നോക്കുന്നു, വീണ്ടും അതൊന്ന് വായിക്കുന്നു. ഈ രീതിയിൽ വായിച്ചെഴുതി പഠിച്ചാൽ മാത്രമേ സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് നേടാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. നിങ്ങൾ പഠിക്കാതെ എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കിട്ടാൻ പോകുന്നില്ല, സോഷ്യൽ സയൻസിൽ A+ കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ A+ കിട്ടാൻ ആഗ്രഹമുണ്ട്, സോഷ്യൽ സയൻസിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, സോഷ്യൽ സയൻസ് മാത്രമല്ല ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും ഇനി അങ്ങോട്ടേക്കുള്ള ദിവസം രാത്രിയും രാവിലെയുമായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടേ മതിയാവും. കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ, പണിയെടുത്താലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ, എഫേർട്ട് ഇട്ടാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. സോ യു ഹാവ് ടു വർക്ക് ഹാർഡ്. നിങ്ങൾ എന്ത് ചെയ്യണം, എഫേർട്ട് ഇടാൻ തയ്യാറാവുക, കഷ്ടപ്പെടാൻ തയ്യാറാവുക, പണിയെടുക്കാൻ തയ്യാറാവുക. അപ്പം നിങ്ങളെ തേടി എന്ത് വരും, ബെസ്റ്റ് റിസൾട്ട് വരും. സോ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിച്ചോ, കാര്യങ്ങൾ സെറ്റാവും. പഠിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, കാര്യങ്ങൾ സെറ്റാവില്ല. പിന്നെ ഈ പഠനത്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട പരിപാടിയാണ് എന്ത്, പ്രോപ്പർ റിവിഷൻ. നിങ്ങൾ റിവിഷൻ പ്രോപ്പറായിട്ട് നടത്തണം.
ആ റിവിഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്, ആക്റ്റീവ് റീകോൾ. അതായത് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ കുറേ കൂടി ഓർത്തെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പരിപാടിയാണ് എന്ത്, ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ പ്രോപ്പർ റിവിഷൻ നടത്തണം, അതിൻ്റെ കൂടെ ആക്റ്റീവ് റീകോൾ. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മൺഡേ മോർണിംഗ് സോഷ്യൽ സയൻസിൽ ഒരു ടോപ്പിക് പഠിച്ചു. ആ മൺഡേ പഠിച്ച ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രൈഡേ റിവൈസ് ചെയ്യണം. ഒരു 4 ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആദ്യം പഠിച്ച ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്യണം. അതിൻ്റെ കൂടെ നിങ്ങൾ റീകോളിംഗ് നടത്തണം. ആക്റ്റീവ് റീകോളിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ nafi.edu ഇൻസ്റ്റാ പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആക്റ്റീവ് റീകോൾ ലിങ്ക് സെറ്റാക്കി തരാം കേട്ടോ. അപ്പോൾ പ്രോപ്പർ റിവിഷനും ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ ആക്റ്റീവ് റീകോൾ നടത്തിയാൽ മാത്രമേ കാര്യങ്ങൾ സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആവശ്യമുണ്ട്, ഓരോ ചാപ്റ്ററിലുമുള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ എവിടെ അവൈലബിൾ ആണ്, എജ്യൂപോണിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ അവൈലബിൾ ആട്ടോ. നിങ്ങൾ എജ്യൂപോണിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട സമ്മറി കിട്ടും, ചാപ്റ്റർ മുഴുവൻ ക്ലാസ്സുകൾ ഉണ്ടാവും, ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ കിട്ടും. അപ്പോൾ നിങ്ങൾ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റാണ്. നമ്മൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗൂഗിൾ ഫോം പിന്നെ ചെയ്ത് വെച്ചിട്ട് നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളൊരു ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ നമ്മുടെ ടീം നിങ്ങളെ വിളിക്കും. അല്ലെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, പ്രീ ബൂസ്റ്റർ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ രീതിയിൽ സോഷ്യൽ സയൻസ് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് A+ ഉറപ്പാണ്. സോ ഈ രീതിയിൽ നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിക്കാൻ റെഡി ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇന്ന് മുതൽ ഞാൻ സോഷ്യൽ സയൻസ് ഇങ്ങനെ പഠിക്കും എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യും, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.